പുതുതായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടുകളെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന പലതരം സമീപനങ്ങളെക്കുറിച്ചൊക്കെ ഇത്ര ധാർമ്മികമായി, ഇത്ര സത്യസന്ധമായി, ഇത്ര സ്നേഹസമ്പൂർണമായി അജിജേഷ് പറഞ്ഞമായി വേറെ കലർപ്പുകളൊന്നുമില്ലാതെ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു പ്രതിസന്ധി സന്ദർഭത്തിൽ എനിക്ക് വായിക്കാൻ പറ്റിയത് എന്നുള്ളത് വളരെ വളരെ സന്തോഷമായി. ഞാനതെൻ്റെ കൂട്ടുകാരിയോട് പറയുന്നേ, മാഷിന് എഴുതിയ പല കാര്യങ്ങളും ഞാൻ എൻ്റെ മകളോടും എൻ്റെ വീട്ടുകാരിയോടൊക്കെ പറയണ്ടേ ഈ ദിവസം. ഞാൻ ഒരു കൗതുകം കൂടി ശ്രദ്ധിച്ചു. അജിജേഷ് നേരത്തെ കോട്ട് ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞു, കുടുംബത്തെ കുറിച്ച്. ഈ ലേഖനത്തിലെ ഒരു കുടുംബത്തെ കുറിച്ച് അജിജേഷ് സാധനം അത് ഞാനത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നൊരു കാര്യം. അത് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കും. പെട്ടെന്ന് എനിക്കും വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത തിരുത്തേണ്ടതൊരു സ്ഥലമാണല്ലോ അതെന്ന് തോന്നിയ ഒരു വാക്യം. ഞാൻ വീണ്ടും എവിടെയെങ്കിലും അത് വായിക്കാം. അത് കുടുംബജീവിതത്തിൽ ഇടപെടുന്ന, ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സന്ദർഭത്തിൽ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ വായിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. ഞാനത് ആക്സിഡൻ്റലി പറഞ്ഞു എന്ന് മാത്രം. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ മുൻവിധികളുടെ നിഷേധം എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ഞാൻ ഓടിച്ചിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും പറയുകയും പിന്നീട് ഒരു ചർച്ചയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ധാരാളം ആളുകൾ മാഷോട്ട് വല്ലാതെ പരിചയമുള്ള ആളുകൾ അവർക്കൊക്കെ അതിനോട് ചേർക്കാനും പറ്റും. മാഷിൻ്റെ ഒരു ബയോഗ്രഫി വെറുതെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം, വേറെ രീതിയിൽ അത്ഭുതം ഉണ്ടാവും. ഒരു കാലത്തോടൊപ്പം ജീവിച്ച ഒരു മനുഷ്യനെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുന്നു. ആ ഒരു ഭാവുകത്വത്തോടെ മാഷ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ബാലസാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട്, ബാലയ്ക്ക് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ലേഖന സമാഹാരവും. ഇത് ലേഖനമാണോ പ്രബന്ധമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില സന്ദേഹം. എല്ലാം എഴുതി മാഷ് ബാല എഴുതിയത് ഈ ഉദയശങ്കർ എന്ന് പറയുന്ന ട്രൂപ്പിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യക്കകത്തും പുറത്തും കളിച്ചിട്ടുള്ള ഉദയശങ്കറിന്റെ ബാലയെ